നിങ്ങളൊരു വീട് പണിയുമ്പോൾ ഡ്രോയിങ്ങിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒരിക്കലും ഒരു ബെഡ്റൂം, ലിവിംഗ് റൂം, എനി സ്പേസ് നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ വിൻഡോസ് മാത്രം നടുവിൽ കൊണ്ടുവച്ച് ആ ഡ്രോയിങ് ബേസിക് ലേഔട്ടായിട്ട് അവസാനിപ്പിക്കരുത്. എക്സാമ്പിൾ ആയിട്ട് ഒരു ബെഡ്റൂം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ ഡ്രസ്സേഴ്സ്, ബേ വിൻഡോസ്, ഡ്രസ്സിംഗ് ടേബിൾ, വാർഡ്രോബ് ആൻഡ് AC പോയിന്റ്, സ്വിച്ച്, സോക്കറ്റ്സ് ആൻഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഡ്രോയിങ്ങിൽ തന്നെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അങ്ങനെ ചെയ്തില്ല എന്ന് തോന്നുന്നുണ്ട് കഴിഞ്ഞാൽ അവർ അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ട് പല സ്ഥലത്ത് സ്വിച്ച് ബോർഡ് അല്ലെങ്കിൽ സോക്കറ്റ് അവർ ഫിക്സ് ചെയ്യും. കാരണം അത് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ അവർക്കൊരു വേണ്ട ഒരു പൊസിഷൻ കാണിച്ചു കൊടുത്തിട്ടില്ല, അവർക്ക് അറിയില്ല എങ്ങനെ ഡിസൈൻ വരുന്നതെന്ന്. അപ്പോൾ അവരൊരു ബേസിക് ലേഔട്ടിൽ അത് ചെയ്തു വെക്കും. കഴിയുമ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് പോയി ഫർണിച്ചേഴ്സ് ഓർ സംതിങ് ഐറ്റംസ് നിങ്ങൾ വാങ്ങിച്ചു വന്നു കഴിഞ്ഞാൽ ഇത് രണ്ടും മിസ്മാച്ച് ആയിട്ട് കാണുന്നത് കാണാം. പല സൈറ്റിലുമുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ അത് കാരണം നിങ്ങൾ ഈ ഒരു സംഭവങ്ങളൊക്കെ കൂടിയിട്ട് സ്റ്റാർട്ടിങ് ടൈമിൽ തന്നെ പ്ലാനിൽ ഇതൊക്കെ എല്ലാം പ്രോപ്പറായിട്ട് കാണിക്കാൻ ശ്രമിക്കുക. ഇറ്റ്സ് മീ മുഫീദ് പാലുവായി.